നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. എരിതീയിൽ എണ്ണ പകർന്ന് അശാന്തിയുടെ ദുർവിധിയിൽ വീണ്ടും കശ്മീർ. ഹിസ്ബുൾ ഭീകരൻ ബുർഹാൻ വാനിയുടെ പിൻഗാമി സബ്സർ ഭട്ട് സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ താഴ്വരയിൽ സംഘർഷം. 24 മണിക്കൂറിനിടെ 10 ഭീകരരെ വധിച്ച സൈന്യവും പ്രതിഷേധവും അക്രമവും വ്യാപകമാക്കി തീവ്രവാദ അനുകൂല മേഖലകളും. വാനിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ ഹിസ്ബുൾ കമാൻഡർ സബ്സർ അഹമ്മദ് ഭട്ട് കൊല്ലപ്പെട്ടത് പുൽവാമ ജില്ലയിലെ ത്രാൽ സെക്ടറിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിനിടെ. ത്രാലിൽ സബ്സർ ഭട്ടിന്റെയും കൂട്ടാളികളുടെയും ഒളിത്താവളം സൈന്യം വളയുകയായിരുന്നു. വാർത്ത പുറത്തുവന്നതോടെ ശ്രീനഗറിലും വടക്കൻ കാശ്മീരിലും വൻ ജനകീയ പ്രതിഷേധം. സൈന്യത്തിനെതിരെ ജനക്കൂട്ടം നടത്തിയ കല്ലേറിൽ നിരവധി പേർക്ക് പരിക്ക്. അക്രമം പടരുന്നത് തടയാനുള്ള നടപടികളുടെ ഭാഗമായി കാശ്മീരിൽ ഇന്റർനെറ്റ് ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കാൻ സർക്കാർ. കാശ്മീരിനെ വീണ്ടും സംഘർഷ ഭൂമിയാക്കിയ സംഭവ പരമ്പരകൾ തുടങ്ങിയത് കഴിഞ്ഞ ജൂലൈ ബുർഹാൻ വാനി വധിക്കപ്പെട്ടതോടെ. സെന്നിൽ തന്നെ ഉന്നമിട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി സെൻകുമാറിനെതിരെ സർക്കാരിന്റെ അടുത്ത കരുനീക്കം. നടപടി ഹെഡ്ക്വാർട്ടേഴ്സ് AIG ആയ ഗോപാൽകൃഷ്ണൻ 10 വർഷം മുമ്പ് നൽകിയ പരാതിയിൽ. സെൻകുമാർ DGP ആയി തിരികെ എത്തിയ ശേഷം ഗോപാൽകൃഷ്ണ അവധിയിൽ. മനുഷ്യാവകാശ കമ്മീഷനിൽ DYSP ആയിരിക്കെ അവിടെ IG ആയിരുന്ന സെൻകുമാർ തനിക്കെതിരെ വ്യാജ റിപ്പോർട്ടുകൾ ചമച്ചതായി ഗോപാൽകൃഷ്ണയുടെ ആരോപണം. സെൻകുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി 2012 ഇദ്ദേഹം UDF സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. അതേസമയം പരാതിയെ നിയമപരമായി നേരിടുമെന്ന TP സെൻകുമാർ. സിക്ക അരികിലുണ്ട്. ഇന്ത്യയിലും സിക്ക വൈറസ് സ്ഥിരീകരിച്ചതോടെ പകർച്ചപ്പനി വ്യാപകമായ കേരളവും ആരോഗ്യ ജാഗ്രതയിൽ. സിക്ക ബാധയുടെ ലക്ഷണങ്ങൾ ഡെങ്കിപ്പനിക്ക് സമാനമായതിനാൽ പനിബാധയുണ്ടായാൽ അടിയന്തര രക്തപരിശോധന നിർബന്ധം. സംശയം ജനിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. രാജ്യത്ത് സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. BJ മെഡിക്കൽ കോളേജിലെ രക്തപരിശോധനയിൽ രോഗം കണ്ടെത്തിയ 3 പേരിൽ 2 സ്ത്രീകൾ. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന രോഗം പ്രതികൂലമായി ബാധിക്കുന്നത് ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുക്കളെയും. കശാപ്പിന്റെ നഷ്ടകാലം. കശാപ്പു നിയന്ത്രണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കയിൽ കേരളം. സംസ്ഥാനത്തെ കാലി വിൽപ്പന മേഖലയും ഇറച്ചി വിപണിയും കടുത്ത പ്രതിസന്ധിയിലേക്ക്. ഇറച്ചിമാടുകളെ വ്യാപാര ഉപജീവനമാക്കിയിരുന്ന 1,00,000-ഓളം കുടുംബങ്ങൾ പട്ടിണിയാകും. ചിക്കൻ ഉൾപ്പെടെ ഇറച്ചിവില പൊള്ളും. കോഴിയിറച്ചി ഒഴികെ കേരളത്തിൽ ഒരു ദിവസം വിൽക്കപ്പെടുന്നത് 1000 ടൺ മാംസവിഭവങ്ങൾ. ഇതിനു പുറമെയാണ് സർക്കാർ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ പ്രതിദിനം വിൽക്കുന്ന 1000 ടൺ ഇറച്ചി ഇനങ്ങൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാലിവരവ് നിലയ്ക്കുന്നതോടെ മേഖല പൂർണ്ണ പ്രതിസന്ധിയിലേക്ക്. അതിനിടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പനയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയും കേന്ദ്ര സർക്കാർ ഉത്തരവ്. 8 ആഴ്ചയിൽ താഴെ പ്രായമുള്ള പട്ടിക്കുഞ്ഞുങ്ങളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയും വിൽക്കുന്നതിന് പൂർണ്ണ നിരോധനം. മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നവർക്കുൾപ്പെടെ മൃഗസംരക്ഷണ വകുപ്പിൽ രജിസ്ട്രേഷൻ നിർബന്ധം. വരുന്നുണ്ട് പെയ്ത്തുകാലം. കാലവർഷം കാത്ത് കേരളം. ശ്രീലങ്കയിൽ തുടരുന്ന പേമാരി കാരണം 2 ദിവസം വൈകിയ മൺസൂൺ ചൊവ്വാഴ്ചയോടെ പെയ്തു തുടങ്ങുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കാലവർഷത്തിനു മുന്നോടിയായി ഇന്നും നാളെയും പരക്കെ മഴയുണ്ടാകും. അതേസമയം ശ്രീലങ്കയിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 122 മരണം, 150-ലേറെ പേരെ കാണാതായി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.